നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2016 ആണ്ട് ഏപ്രിൽ 14 മുതൽ ഒരു വർഷത്തേക്ക് അവരവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുമെങ്കിലും ഒരുപക്ഷെ ആഗസ്റ്റ് മാസം മുതൽ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനാണ് യോഗമുള്ളത്. സുഗമമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും പരസഹായം തേടേണ്ടതായ സാഹചര്യത്താൽ ഒന്നും പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിനാൽ ഒരു പരിധിയധികം പണം മുതൽ മുടക്കുന്നതോ കൂടുതൽ പ്രയത്നം വേണ്ടി വരുന്നതോ ആയിട്ടുള്ള മേഖലകളിൽ നിന്നും ആഗസ്റ്റ് മാസം മുതൽ പിന്മാറുന്നത് നന്നായിരിക്കും. പദ്ധതി സമർപ്പണം, പരീക്ഷാ നിരീക്ഷണങ്ങൾ, ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ, കലാകായിക മത്സരങ്ങൾ, സ്വന്തം നിലയിൽ തീരുമാനിച്ചുകൊണ്ടുള്ള പരീക്ഷകൾ എഴുതുക മുതലായവയൊക്കെ തന്നെ പരമാവധി ആഗസ്റ്റ് മാസത്തിന് മുൻപ് അതിനുവേണ്ടി സ്വീകരിക്കുന്നതോ അതിനുവേണ്ടി തീയതികളൊക്കെ സ്വീകരിച്ച് അവലംബിക്കുന്നതോ ഒരു പരിധി വരെ നന്നായിരിക്കും. 2016 ആണ്ട് ആഗസ്റ്റ് മുതൽ ഒരു വർഷത്തേക്ക് ചോതി നക്ഷത്രക്കാർക്ക് പ്രായേണ നന്നല്ലാത്ത കാലമായതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അകാരണമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുവാൻ ഇടയുള്ളതിനാൽ വളരെ ആത്മനിയന്ത്രണത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ഇതായിട്ടുള്ള സമീപനം വേണ്ടതാണ്. സാമ്പത്തിക വിഷയത്തിൽ വളരെ നിയന്ത്രണം വേണം. നിലവിലുള്ള ഉദ്യോഗത്തിൽ സ്വന്തം തീരുമാനത്തിലുള്ളത് ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നതോ ഉള്ളതുപേക്ഷിച്ച് വ്യാപാര വ്യവസായ മേഖല പ്രവേശിക്കുന്നതോ അത്ര ഉചിതമല്ല. സങ്കീർണമായിട്ടുള്ള പല വിധത്തിലുള്ള കാര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യത്താൽ ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നും വിട്ടു താമസിക്കേണ്ടതായ സാഹചര്യങ്ങളോ കുടുംബാംഗങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരുവാനും ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ യോഗമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ആത്മനിയന്ത്രണത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ഗുണകരമായി തീരുവാനോ അനിഷ്ടങ്ങളെ അതിജീവിക്കുവാനോ വഴിയൊരുക്കുവാനാണ് യോഗമുള്ളത്. വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കണം. ഗതാഗത നിയമം തെറ്റിക്കുന്നത് വഴി പലപ്പോഴും പിഴ അടയ്ക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. മാതാപിതാക്കൾക്ക് അസുഖങ്ങൾ വർദ്ധിക്കുന്നത് വഴി ഒരു പക്ഷേ അന്യനാട്ടിൽ നിന്നും വിദേശത്തു നിന്നും ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുവാനുള്ള യോഗമുണ്ട്. മക്കളിൽ നിന്നും വിപരീതമായിട്ടുള്ള പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ വന്ന് ചേരുന്നത് വഴി പൂർവിക സ്വത്ത് ഭാഗം വെച്ച് നൽകുവാനുള്ള തീരുമാനം മാറ്റിവെക്കുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ പല വിധത്തിലുള്ള വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങളെ കൊണ്ട് മാനസികമായിട്ടുള്ള സംഘർഷം വർദ്ധിക്കും. വാസ്തവ വിരുദ്ധമായിട്ടുള്ള തോന്നലുകളെ കൊണ്ട് ഒരു മടുപ്പ് എല്ലാ കാര്യങ്ങൾക്കും അനുഭവപ്പെടുവാനിടയുണ്ട്. ആയതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനകളും ആത്മനിയന്ത്രണവും നിർബന്ധമായിട്ടും ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ 2016 ആണ്ടിൽ വേണ്ടതാണെന്ന് പറയുന്നു. ഇതാണ് 2016 ആണ്ടിലെ വിഷുഫലമായി ചോതി നക്ഷത്രക്കാരുടെ പറയുന്നത്. നമസ്കാരം.